നല്ല വാക്കുകൾക്ക് എവിടെയാണോ ക്ഷാമം വരുന്നത് അവിടെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വരൾച്ചയുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ജാനു എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളെ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാ. UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. ഒരു ദിവസം അവള് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ മാഷ് ഹോംവർക്ക് കൊടുത്തു. അങ്ങനെ ഹോംവർക്ക് ചെയ്യാനുള്ള പുസ്തകമായിട്ട് അവള് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഹോംവർക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് മാഷ് ആ പുസ്തകങ്ങളായിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാഷ് ഒരു പുസ്തകമായിട്ട് വന്ന് അത് ജാനുവിന്റെ പുസ്തകമായിരുന്നു. ജാനുവിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ് ജാനു ഇങ്ങനെ വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഹോംവർക്ക് എഴുതിയിട്ടില്ലേ? ഉണ്ടല്ലോ. അവളെ മനസ്സിൽ ചിന്തകളായി. അവളുടെ ഉള്ളാകെ വിറക്കാൻ തുടങ്ങി. മാഷ അവളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. മാഷ ആ കുട്ടികൾക്ക് ആ ഹോംവർക്ക് ചെയ്ത് അവളുടെ പുസ്തകം എങ്ങനെ കാണിച്ചു കൊടുത്തു. അവിടെ ഹോംവർക്ക് ചെയ്തിട്ടില്ല. പകരം എന്താണ് ഉള്ളതെന്നറിയോ? 4 വരി കവിതയാണുള്ളത്. കണക്കെഴുതേണ്ട അടുത്ത് അവൾ കവിതയാണ് എഴുതിയിട്ടിരിക്കണം. ഇത് കണ്ടതോടുകൂടി അവളുടെ മുട്ട് പറക്കാൻ തുടങ്ങി. അവളിങ്ങനെ അടുത്തേക്ക് വിളിച്ചു മാഷ്. ആ കവിത ഉറക്കെ ചൊല്ലി മാഷ്. കുട്ടികളോട് മുഴുവനും കൈയടിക്കാൻ പറഞ്ഞു മാഷ്. അവളിങ്ങനെ തോളി തട്ടിയിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു മാഷ്. ആ കുട്ടിയെ അറിയോ നിങ്ങൾക്ക്? ആ കുട്ടിയാണ് സരോജിനി നായിഡുവായിട്ട് വരുന്നത്. ഇതാണ് വാക്ക്. നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വാക്ക് ആ മനുഷ്യന്റെ ഉള്ളിലെ സാധ്യതകളെ മുഴുവനും പുറത്തേക്ക് കൊണ്ടുവരും. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഉയരങ്ങളിലേക്ക് ആ മനുഷ്യൻ എത്തിക്കുകയും ചെയ്യും. അതാണ് ജയിച്ചു വരുന്ന കുട്ടിയെ മാത്രമല്ല അഭിനന്ദിക്കേണ്ടത്, തോറ്റു വന്ന കുട്ടിയുടെയും തോളിൽ തട്ടണം. സാറില്ല എന്ന് പറയണം. അതാണ് പാരന്റിങ്. 70% മാർക്ക് കിട്ടിയിട്ടുള്ളൂ. 90 കിട്ടാത്തതിന്റെ പേരിൽ വഴക്കിടല്. പിന്നെ ആദ്യം 70 കിട്ടിയതിന് അവൻ അഭിനന്ദിക്കൂ. എന്നിട്ട് അവനോട് പറയൂ 90, 100 ഒക്കെ കിട്ടാൻ മോന് കഴിയും, മോൻ അടുത്ത പരീക്ഷയ്ക്ക് നോക്കുമെന്ന്. ഇതാണ് പാരന്റിങ്. ജയിച്ചവന്റെ കൂടെ മാത്രം നിൽക്കലല്ല, അത് തോറ്റവന്റെയും കൂടെ നിൽക്കലാണ്. നിങ്ങളുടെ മോളിങ്ങനെ ഡിവോഴ്സ് ആയിട്ട് വന്നു, അപ്പോൾ അവളുടെ തോളിൽ പിടിച്ചിട്ട് പറയണം സാരല്ലടി. ഇതാണ് പാരന്റ്. ജയിച്ചവന്റെ കൂടെ മാത്രം നിൽക്കലല്ലോ. ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ടാവും. ഒരു കുട്ടി നന്നായിട്ട് പഠിക്കും, മറ്റേ കുട്ടി പഠനത്തിൽ വളരെ മോശമായിരിക്കും. നമ്മുടെ ഒരു ഗുരു പറഞ്ഞതാണ് ഒരിക്കൽ. ഒരമ്മ വന്ന് പരാതി പറഞ്ഞാണ് അച്ഛനോട്, ഇദ്ദേഹത്തോട്. അച്ഛനാണ്, ഒരു ക്രൈസ്തവ പുരോഹിതനാണ്. അദ്ദേഹത്തോട് പറഞ്ഞാണ് പഠിക്കുന്ന കുട്ടിയുണ്ട്, പഠിക്കാത്ത കുട്ടിയുണ്ട്. വൈകുന്നേരം ഇങ്ങനെ വായിക്കാനൊക്കെ ഇരിക്കുമ്പോഴേ ഈ പഠിക്കുന്ന കുട്ടിയോടൊന്നും പറയണ്ട, അവന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ പഠിക്കാത്ത കുട്ടിയുടെ അവനിതൊന്നും അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. മുന്നിലെ പുസ്തകങ്ങളുടെ കാര്യമൊന്നും അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ബാഗ് പോലും തുറന്നിട്ടുണ്ടാവില്ല. എന്താണ് അച്ഛാ ഞാൻ ഇവനെ കൊണ്ട് ചെയ്യാം?